എന്തിനേയും വെടക്കാക്കി തനിക്കാക്കാനുള്ള കഴിവ് കേരളത്തിൽ CPM-നെ കവിഞ്ഞ് മറ്റാർക്കുമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന സത്യമാണ്. ആടിനെ പട്ടിയാക്കാനും അങ്ങനെ പട്ടിയാക്കിയ ആടിനെ പേപ്പട്ടിയാക്കി തല്ലി കൊല്ലിക്കാനും ഉള്ള കഴിവ് CPM-നോളം മറ്റാർക്കുമില്ല. ഇത് എന്തുകൊണ്ട് ഈ പഴഞ്ചൊല്ല് ഞാനിവിടെ ഉദ്ധരിച്ചു എന്ന് ന്യായമായും പ്രേക്ഷകർക്ക് സംശയം തോന്നാം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ദിവസത്തെ സന്ദർശനത്തിനായിട്ട് കേരളത്തിലെത്തി. ഏതാനും മണിക്കൂറുകൾ ചെലവഴിച്ച് അദ്ദേഹം മടങ്ങി. അദ്ദേഹത്തിൻ്റെ വരവും പോക്കും എങ്ങനെ വിവാദമാക്കി അതിൽ നിന്ന് എന്ത് രാഷ്ട്രീയ നേട്ടം കൊയ്യാം എന്നുള്ളതാണ് CPM-ന്റെ ചിന്ത. അതിനുവേണ്ടി അവർ ഏതടവും പ്രയോഗിക്കും, എന്തും ചെയ്യും. പ്രധാനമന്ത്രി ഇവിടെ വന്നപ്പോൾ നാഷണൽ ഹൈവേ 66-ൻ്റെ ഒരു പ്രത്യേക ഭാഗം ഉദ്ഘാടനം ചെയ്യിക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ തയ്യാറായി. അതായത് മലബാറിലെ തലപ്പാടി മുതൽ ഏതാണ്ട് ചെങ്ങളം വരെയുള്ള ഭാഗമാണ് ഉദ്ഘാടനം ചെയ്യാൻ ഉദ്ദേശിച്ചത്. ആ ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ ചടങ്ങ് അവർ രൂപകൽപ്പന ചെയ്ത് അതിൻ്റെ പ്രോട്ടോകോൾ ഓഫീസർ തന്നെ വിശദാംശങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചു. അത് മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തി. ഉദ്ഘാടകൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ചടങ്ങിൽ പങ്കെടുക്കുന്നത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, അതുപോലെ സംസ്ഥാന മന്ത്രിസഭയെ പ്രതിനിധീകരിച്ച് MP രാജേഷ് മന്ത്രി. ഇതൊക്കെ തീരുമാനിച്ചു. ഒരാഴ്ച മുമ്പ് തന്നെ പരിപാടിയുടെ കാര്യക്രമത്തിൻ്റെ വിശദാംശങ്ങൾ രേഖാമൂലം മുഖ്യമന്ത്രിയെ അറിയിച്ചു. അന്നൊന്നും ഒരു പരാതിയും ഇല്ല. ഇന്ന് നേരം വെളുത്തപ്പോൾ അതാ വരുന്നു ഒരു വിവാദം. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ ക്ഷണിച്ചില്ലല്ലോ. ഇത് കേരള സർക്കാരിനെയും കേരളത്തിലെ ജനങ്ങളെയും അപമാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മുഹമ്മദ് റിയാസിനെ എന്തുകൊണ്ട് ക്ഷണിച്ചില്ല? അദ്ദേഹം ഒരു വേള CPM-കാരായ ചില നേതാക്കളൊക്കെ പറഞ്ഞത് അദ്ദേഹം മുസ്ലിം ആയതുകൊണ്ടാണോ അദ്ദേഹത്തെ ക്ഷണിക്കാത്തത് എന്നൊക്കെയുള്ള തരത്തിലേക്ക് ആ ചർച്ച വഴിതിരിഞ്ഞു. വലിയ വിവാദമായി. കേരളത്തിലെ മാപ്രകൾ, മലയാളം മാപ്രകൾ ഈ വിഷയം അങ്ങോട്ട് അലക്കാൻ തുടങ്ങി. ഒന്ന് നോക്കണേ, പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൻ്റെ നിറം കെടുത്താൻ, അതിൻ്റെ ശോഭ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ഏതറ്റം വരെയും പോകും. ആ സംസ്ഥാന സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും എന്തും ചെയ്യും എന്ന് ഇതിനേക്കാൾ വലിയ ഒരു ഉദാഹരണം വേണോ? ഒരു തെളിവ് വേണോ? സംസ്ഥാനത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ ക്ഷണിച്ചില്ല എന്നുള്ളത് ഒരു ഗുരുതരമായ കുറ്റകൃത്യമൊന്നുമല്ല. ഒന്ന് നാം മനസ്സിലാക്കണം, ഈ ചടങ്ങിലേക്ക്, അതായത് കേരളത്തിലെ ദേശീയപാത വികസനത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത കേന്ദ്ര മന്ത്രി നിതിൻ ഗഡ്കരിയെ ക്ഷണിച്ചിട്ടില്ല. അദ്ദേഹം ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയാണ്. ഇന്ത്യ മുഴുവനുമുള്ള നാഷണൽ ഹൈവേകളുടെ, എക്സ്പ്രസ് ഹൈവേകളുടെ ഒക്കെ നിർമ്മാണ ചുമതല അദ്ദേഹത്തിൻ്റെ വകുപ്പിനാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കി വരുന്നത്. ആ നിതിൻ ഗഡ്കരിയെ ഈ പരിപാടിയിലേക്ക് അവർ ക്ഷണിച്ചില്ല. നിതിൻ ഗഡ്കരി ആരോടും ഒരു പരാതിയും പറഞ്ഞില്ല. കാരണം എല്ലാവരെയും പ്രതിനിധീകരിച്ച് പ്രധാനമന്ത്രി വരുന്നുണ്ട്. അതുപോലെ സംസ്ഥാന മന്ത്രിമാരെ പ്രതിനിധീകരിച്ച് മുഖ്യമന്ത്രിക്കും മറ്റൊരു മന്ത്രിക്കും അവസരം കൊടുത്തു. എന്നിട്ടും തൃപ്തിയില്ല. എന്തുകൊണ്ട് മുഹമ്മദ് റിയാസിനെ ക്ഷണിച്ചില്ല? മുഖ്യമന്ത്രിയുടെ മരുമകനായതുകൊണ്ടാണോ ക്ഷണിക്കാത്തത്? BJP-യുടെ സംസ്ഥാന പ്രസിഡന്റിനോട് ഈ ചോദ്യവുമായിട്ട് മലയാളം മാപ്രകൾ സമീപിച്ചു. എന്തുകൊണ്ട് മുഹമ്മദ് റിയാസിനെ ക്ഷണിച്ചില്ല? അദ്ദേഹം നല്ല ചുട്ട മറുപടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിട്ടുണ്ട്. ഇനി മുഖ്യമന്ത്രിയുടെ മകളെയും മരുമകനെയും ഒക്കെ ക്ഷണിക്കണമെന്ന് വെച്ചാൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. പ്രോട്ടോകോളിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ കണ്ടതാണ്. വിഴിഞ്ഞം സന്ദർശനത്തിന് പോയ മുഖ്യമന്ത്രി തൻ്റെ ഭാര്യയെയും മകളെയും കൊച്ചുമകനെയും ഒക്കെ കൂട്ടിക്കൊണ്ടുപോയി അത് ലോകത്തെ മുഴുവനും കാണിച്ചു കൊടുത്തത് നമ്മൾ കണ്ടതാണ്. ഇവിടെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് വളരെ ശരിയാണ്. മുഖ്യമന്ത്രിയെ ക്ഷണിക്കാൻ വകുപ്പുണ്ട്, നിയമമുണ്ട്, ചട്ടമുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ ക്ഷണിക്കണമെന്ന് ആർക്കും നിർബന്ധം പിടിക്കാൻ കഴിയില്ല.
വേണമെങ്കിൽ സംഘാടകർക്ക് ക്ഷണിക്കാം, അത്രയേ ഉള്ളൂ. ഇതൊന്നുമല്ല. ഈ വിവാദം ഉണ്ടാക്കുന്നത് മറ്റൊരു ലക്ഷ്യത്തോടു കൂടിയാണ്. അത് വോട്ടാണ്. വരുന്നത് തിരഞ്ഞെടുപ്പും. ആ തിരഞ്ഞെടുപ്പിൽ അടിപതറി നിൽക്കുകയാണ് LDF. അവരുടെ കാൽച്ചുവട്ടിലെ മണ്ണ് ധാരാളം ഒലിച്ചുപോയി. ന്യൂനപക്ഷങ്ങളുടെ വോട്ട്, മുസ്ലിം ക്രിസ്ത്യൻ വോട്ട് UDF കൊണ്ടുപോയി. ഹിന്ദു വിഭാഗങ്ങളിൽ അവർക്കൊപ്പം ഉറച്ചു നിന്നിരുന്ന OBC, എടുത്തു പറഞ്ഞാൽ ഈഴവർ, ആ വോട്ട് കുറെ BJPയും കൊണ്ടുപോയി, കുറച്ച് കോൺഗ്രസും കൊണ്ടുപോയി. സത്യത്തിൽ LDF എന്ത് ചെയ്യണമെന്നറിഞ്ഞുകൂടാതെ, പ്രത്യേകിച്ചും CPM ആകെ വിറളി പിടിച്ച് നിൽക്കുകയാണ്, അന്തം വിട്ട് നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ തോൽവി സുനിശ്ചിതം. BJP ഇക്കുറി പിടിച്ചെടുക്കുന്ന വോട്ടുകൾ പതിവ് പോലെ UDFിൻ്റെതല്ല, മറിച്ച് അത് LDFിൻ്റെ വോട്ടുകളാണ് എന്ന് വ്യക്തമാണ്. UDFിൻ്റെ വോട്ടുകളും അവർ കുറച്ച് പിടിച്ചെടുക്കും. നേരത്തെ ഉണ്ടായിരുന്ന UDFിന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ട് ബഹുഭൂരിപക്ഷവും അവർ പിടിച്ചെടുത്തു കഴിഞ്ഞു. പിന്നെ ഉള്ളത് ന്യൂനപക്ഷങ്ങളുടെ വോട്ടാണ്. ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾ ഇക്കുറി ഒരു കാരണവശാലും LDFിന് വോട്ട് ചെയ്യില്ല. കാരണം ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമാണ് കേരളത്തിൽ. അതുകൊണ്ട് തന്നെ LDFിന് വോട്ട് ചെയ്താൽ അതൊരു പക്ഷേ പരാജയത്തിൽ കലാശിക്കും എന്ന് ന്യൂനപക്ഷങ്ങളും ഭയക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ തങ്ങളുടെ പരമ്പരാഗത സുഹൃത്തായ UDFിലേക്ക് മടങ്ങിപ്പോയിരിക്കുന്നു. ഇതാണ് സത്യം. ഇനി എങ്ങനെയും നഷ്ടപ്പെട്ട ഹിന്ദു വോട്ട് തിരിച്ചു പിടിക്കണം. അതിന് അയ്യപ്പ ശാപം തീർക്കാൻ, അയ്യപ്പ കോപത്തിന് അറുതി വരുത്താൻ പമ്പയിൽ അയ്യപ്പ മഹാസംഗമം നടത്തി നാണം കെട്ടു പിണറായി സർക്കാർ. ഇത് മാത്രമല്ല, അതിനെ തുടർന്ന് സ്വർണ്ണക്കൊള്ള പുറത്തു വന്നു ശബരിമലയിൽ നടന്ന. ആ വിഷയത്തിൽ 2 ദേവസ്വം മന്ത്രിമാരാണ് ആരോപണ വിധേയരായവർ. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, CPMൻ്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലെ പ്രമുഖനായ നേതാവ്, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ അഴിക്കുള്ളിലായി. മനഃപൂർവ്വം കുറ്റപത്രം വൈകിയതുകൊണ്ടാണോ എന്നറിയില്ല, അദ്ദേഹം ഇപ്പോൾ സ്വാഭാവിക ജാമ്യം നേടി പുറത്തു വന്നിട്ടുണ്ട്. തന്ത്രിയെ, ശബരിമല തന്ത്രി രാജീവരെ കണ്ഠരരെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഒടുവിൽ ജാമ്യാപേക്ഷ വന്നപ്പോൾ തന്ത്രിക്കെതിരെ ഒരു തെളിവുമില്ല. എന്തിനാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത്? ആരെ സന്തോഷിപ്പിക്കാനാണ് തന്ത്രിയെ കയ്യാമം വെച്ച് ജയിലിൽ അടച്ചത്? ഈ ചോദ്യത്തിനൊന്നും ഉത്തരമില്ല. അങ്ങനെ ഈ ക്രിയാകലാപങ്ങളൊക്കെ ഇങ്ങനെ നിർബാധം മുന്നോട്ട് പോകുന്നതിനിടയ്ക്കാണ് വീണ് കിട്ടിയ ഒരു അവസരം പോലെ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വന്നതും ദേശീയപാത 66ൻ്റെ ഒരു പ്രത്യേക ഭാഗം ഉദ്ഘാടനം ചെയ്ത് മടങ്ങിപ്പോയതും. ഇത് ഇന്നിപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ്. കേരളത്തിൻ്റെ ഒരു മന്ത്രിയെ, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ ക്ഷണിച്ചില്ല. ഈ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഞങ്ങൾ 10,000 കോടി രൂപയാണ് കൊടുത്തത്. എന്തിനു വേണ്ടി? ഈ ദേശീയപാത വികസനത്തിന് വേണ്ടി. ചില്ലി പൈസ, 5ൻ്റെ ചില്ലി പൈസ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. കൊടുത്തു. എന്താണ്? ഇവിടേക്ക് കൊണ്ടുവരുന്ന ഈ നിർമ്മാണ സാമഗ്രികൾ, കല്ല്, മണ്ണ്, സിമന്റ്, ടാറ്, ഇതിൻ്റെയൊക്കെ സംസ്ഥാനത്തിന് കിട്ടേണ്ടുന്ന നികുതി ഇളവ് ചെയ്തു കൊടുത്തു. ആ നികുതി ഞങ്ങൾക്ക് വേണ്ട എന്ന് വെച്ചു. അങ്ങനെയാണ് 5,000 കോടി രൂപ വേണ്ട, സംസ്ഥാന സർക്കാരിന് കിട്ടേണ്ട 5,000 കോടി രൂപ കൂടി കുറച്ചു കൊടുത്തു. അല്ലാതെ സംസ്ഥാന സർക്കാർ എന്താണ് ചെയ്തത്? ഭൂമി ഏറ്റെടുക്കുന്നതിന്, ഈ പാത നിർമ്മിക്കുന്നതിന്, ഫ്ലൈ ഓവറുകൾ നിർമ്മിക്കുന്നതിന് തുടങ്ങി എല്ലാ കാര്യങ്ങൾക്കും കേന്ദ്ര സർക്കാരിൻ്റെ പണമാണ് ഉപയോഗിക്കുന്നത്. ഇത് ഏറ്റവും നന്നായി തുറന്ന് പറഞ്ഞത് മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി G. സുധാകരനാണ്. ഇന്ന് അദ്ദേഹം പാർട്ടിക്ക് അനഭിമതനായി പാർട്ടിയിൽ നിന്ന് പുറത്തുപോയിരിക്കുന്നു. ഏതാണ്ട് ഇന്ന് അദ്ദേഹം ഒരു പക്ഷേ അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കും എന്ന ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. പക്ഷേ അദ്ദേഹം സത്യം പറയാൻ അന്നും ഇന്നും മടി കാണിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാരിൻ്റെ കൈയച്ചുള്ള സഹായവും സഹകരണവുമാണ് കേരളത്തിലെ ദേശീയപാത ഈ രീതിയിൽ, അതായത് 45 മീറ്റർ വീതിയിൽ ദേശീയപാത ഈ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് നിർമ്മിക്കാൻ കാരണം എന്ന
അദ്ദേഹം തുറന്നു സമ്മതിച്ചിരുന്നു. അതുമാത്രമല്ല, സർവീസ് റോഡ് കൂടി ചേരുമ്പോൾ അതിൻ്റെ വീതി പിന്നെയും വർദ്ധിക്കും. ഇതിലേക്ക് സ്ഥലം ഏറ്റെടുത്തു കൊടുക്കാൻ പോലും സംസ്ഥാന സർക്കാർ തയ്യാറായിരുന്നില്ല ഒരു കാലത്ത് എന്നുള്ളത് നമ്മൾ മറക്കരുത്. മറ്റുള്ളവർ ദേശീയപാതയുടെ വീതി കൂട്ടണമെന്നാവശ്യപ്പെട്ട് സമരം ചെയ്തപ്പോൾ ഉള്ള വീതി കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് 30 മീറ്ററിലേക്ക് കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് സമരം ചെയ്ത ചരിത്രവും കേരളത്തിലെ ഈ ഇടതു വലതു മുന്നണികൾക്കുമുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നുകൂടാ. അപ്പോൾ ഇതെല്ലാം വച്ചുകൊണ്ട് ഇപ്പോൾ ഒരു വിവാദമുണ്ടാക്കിയിരിക്കുകയാണ്. മുഹമ്മദ് റിയാസിനെ ക്ഷണിച്ചില്ല. അതായത് ഒരു മുസ്ലിം ആയതുകൊണ്ട്, ഒരു മുസ്ലിം മതവിശ്വാസി ആയതുകൊണ്ട് റിയാസിനെ ഒഴിവാക്കി നിർത്തി എന്നാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ കണ്ടെത്തിയിരിക്കുന്ന ന്യായം. ഇത് പറഞ്ഞ് എങ്ങനെയെങ്കിലും മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് പിടിച്ചെടുക്കാൻ കഴിയുമോ എന്നാണ് നോക്കുന്നത്. കുറഞ്ഞ പക്ഷം ബേപ്പൂരെങ്കിലും ഈ ഇരവാദം ഉന്നയിച്ചുകൊണ്ട് റിയാസിന് ഒരു വിജയപ്രതീക്ഷ ഉണ്ടാക്കി എടുക്കണം. അതാണ് സൂത്രം. കൗശലത്തിന് പിണറായിയെ കവിഞ്ഞ് മറ്റൊരാളില്ല. എന്ത് അടവും തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ അദ്ദേഹം പ്രയോഗിക്കും. എന്ത് കള്ളവും പറയാൻ CPM-കാർക്ക് മടിയില്ല എന്ന് പല കാലങ്ങളിൽ പല ആവർത്തി തെളിഞ്ഞതാണ്. ഇവിടെയും അതുതന്നെ. ഈ പറഞ്ഞതുപോലെ മുഹമ്മദ് റിയാസിനെ എങ്ങനെയെങ്കിലും ബേപ്പൂര് നിർത്തി മത്സരിപ്പിച്ച് ജയിപ്പിക്കണം. മരുമകൻ അവിടെ മത്സരിക്കുമ്പോൾ പഴയ ശിഷ്യൻ അൻവറാണ് എതിരാളിയായിട്ട് വരുന്നത്. ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ശക്തമായ തിരിച്ചടി അവിടെ ലഭിക്കും എന്ന് എല്ലാവർക്കും അറിയാം. കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പാർട്ടി നേരിട്ടത് വലിയ തിരിച്ചടിയാണ്. ഭരണവിരുദ്ധ വികാരം ശക്തമാണ്. പിണറായി വിരുദ്ധ തരംഗം പാറശാല മുതൽ മഞ്ചേശ്വരം വരെ അലയടിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് വീണ് കിട്ടിയ ഒരു വിദ്യ എന്ന മട്ടിൽ ഇപ്പോൾ ഈ റിയാസിനെ ക്ഷണിക്കാത്തത് ഒരു വിവാദമാക്കി കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഈ വിവാദങ്ങൾക്കൊക്കെ വല്ല ഗുണവും കിട്ടുമോ, എന്തെങ്കിലും നേട്ടം അതുകൊണ്ട് ഉണ്ടാകുമോ, അതോ ഇതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ മാഞ്ഞു പോകുമോ എന്ന് വോട്ടെണ്ണുന്നതിൻ്റെ അന്ന് അറിയാം. പിണറായി സർക്കാർ കാത്തിരുന്നു കൊള്ളുക. നിങ്ങൾ ഉണ്ടാക്കി വെച്ച എല്ലാ ഗുലുമാലുകളുടെയും ഉത്തരം നിങ്ങൾക്ക് വോട്ടെണ്ണുന്ന ദിവസം തീർച്ചയായിട്ടും ലഭിക്കും.